മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നെല്ലിന്റെ താങ്ങുവില കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ പട്ടാമ്പി കൊടുമുണ്ടയിൽ കർഷക സംഘത്തിന്റെ പ്രതിഷേധം. കർഷക ധർണ ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. നെല്ലിന്റെ താങ്ങുവില കുറയ്ക്കുവാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെയാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊടുമുണ്ട യാറത്തിൽ കർഷക ധർണ സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് നെൽകർഷകർ നേരിടുന്ന പ്രശ്നത്തെ, പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധ്യമാകുന്നതെല്ലാം ചെയ്യുകയാണ്. സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരിക്കും. നെല്ലിന്റെ പണം ബാങ്കുകൾ നൽകും, സഹകരണ ബാങ്കുകൾ നൽകും. കൊടുമുണ്ടയിലെ പാടത്ത് നിന്ന് ഇന്ന് നെല്ല് കയറ്റി കർഷകന്റെ കയ്യിൽ ഷീറ്റ് ഇന്ന് കിട്ടിയാൽ നാളെ ആ ഷീറ്റും കൊണ്ട് നിങ്ങൾ സർവീസ് ബാങ്കിൽ പോയാൽ പണം കിട്ടും. ഇനി സ്റ്റേറ്റ് ബാങ്കിലേക്ക് പോണ്ട, കാനറ ബാങ്കിലേക്ക് പോണ്ട. നമ്മുടെ നാട്ടിലെ ഈ നാടിന്റെ ബാങ്ക് ഉണ്ടല്ലോ, സഹകരണ ബാങ്കുകൾ, പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക്, അതെ, മുതുതലയും ഓങ്ങല്ലൂർ പഞ്ചായത്തും പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിലാണ്. കൊപ്പം ബാങ്ക് കൊപ്പം പഞ്ചായത്തിൽ, ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഷൊർണൂർ സർവീസ് ബാങ്ക്, ഇങ്ങനെ സർവീസ് ബാങ്കുകൾക്ക് നിശ്ചയിച്ചു കൊടുത്തേക്കാണ് ഇപ്പോൾ. അങ്ങനെ വന്നപ്പോൾ പുതിയൊരു പ്രശ്നം വന്നു. ഈ സപ്ലൈകോ ആണല്ലോ നെല്ലെടുക്കുന്നതിനുള്ള കേന്ദ്ര ഏജൻസി. സർവീസ് ബാങ്കുകൾ ഇങ്ങനെ നെല്ല് സംഭരിച്ച് പണം കർഷകർക്ക് കൊടുത്താൽ ഈ പണം സർവീസ് ബാങ്കുകൾക്ക് എങ്ങനെ തിരിച്ചു കിട്ടും? അതൊരു പ്രശ്നമായി. അപ്പൊ സപ്ലൈകോവിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥ മേലാളന്മാർ, അവർക്ക് ഈ നാട്ടിലെ കർഷകന്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. അവര് പറഞ്ഞു നിയമപരമായിട്ട് ഇത് പ്രതിസന്ധി ഉണ്ടാക്കും. KV അബ്ബാസ് അധ്യക്ഷനായിരുന്നു. K മുരളി, CM നീലകണ്ഠൻ, T ഗോപാലകൃഷ്ണൻ, PM ഉഷ, P ഷൺമുഖൻ, KM വാസുദേവൻ, KT സിദ്ദിഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.